ദിസ് ഈസ് മൈ ഓഡിയോ ബീറ്റ്സ്. വാൽമീകിയുടെ രാമനും ഗാന്ധിജിയുടെ രാമനും ആധുനിക ജനാധിപത്യ ഭാരതവും ബൈ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി. നരേറ്റഡ് ബൈ മെജോ കോടാലി. വാൽമീകിയുടെ രാമനും ഗാന്ധിജിയുടെ രാമനും ആധുനിക ജനാധിപത്യ ഭാരതവും. രചന സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി. സമർപ്പണം രാമഭക്തയായിരുന്ന അമ്മ ചെറാട്ടു സരോജിനി അമ്മയ്ക്കും രാമഹൃദയം കണ്ടെത്തി കാണിച്ചു തന്ന ഗുരുനാഥൻ മഹർഷി കവി കൃഷ്ണകുമാർജിക്കും ഈ രാമവിചാര ഗ്രന്ഥം സാദരം സമർപ്പിക്കുന്നു. രാമഭക്തയായ അമ്മയും രാമഹൃദയം കണ്ട ഗുരുനാഥനും. ഒരു രാമഭക്തയുടെ മകൻ എന്നതിനാലാണ് എന്റെ പൂർവാശ്രമത്തിലെ പേര് രാമചന്ദ്രൻ എന്നാകാൻ കാരണം. എന്റെ അമ്മ ശബരിയെപ്പോലൊരു രാമഭക്തയായിരുന്നു. സ്വയം കടിച്ചു നോക്കി രുചിയുള്ളതെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ പഴങ്ങൾ രാമന് സമർപ്പിക്കാനാകും വിധം നിഷ്കളങ്കതയും സ്വാതന്ത്ര്യവുമുള്ള ഭക്തിജീവിതമായിരുന്നല്ലോ ശബരിയുടേത്. രാമായണം തപ്പിത്തടഞ്ഞ് ദിവസവും വായിക്കാറുണ്ടായിരുന്ന അമ്മയിലേക്ക് അധ്യാത്മരാമായണത്തിലെ ശബരി എന്ന വനനാരിയുടെ ഭക്തി കുടിയേറി പാർത്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരെന്നും ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം ചിത്രീകരിച്ച ഫോട്ടോയിൽ മാല കെട്ടി ചാർത്തുമായിരുന്നു. വേലിപ്പൊന്തകളിൽ കട്ടകുത്തി വളർന്നു പടരുന്ന വള്ളിച്ചെടികളുടെ ഇലകളും വല്ലപ്പോഴും ഇത്തിരി ചെമ്പരത്തിപ്പൂവും തുളസിയിലയുമൊക്കെ കൂട്ടിച്ചേർത്ത് വാഴനാരിലയിൽ കൊരുത്ത് കെട്ടിച്ചമയ്ക്കുന്ന ആ വനമാലയ്ക്ക് ശബരി ഭക്തിയുടെ തപോലാവണ്യമാണ് ഉണ്ടായിരുന്നത്. അമ്മയുടെ രാമചന്ദ്ര പ്രഭുവിന്റെ കണ്ണിൽ പൂജക്കെടുക്കാത്ത പൂക്കൾ ഇല്ലായിരുന്നു. കണ്ണിൽ കണ്ട ചപ്പും ചവറുമൊക്കെ കൊരുത്തുകെട്ടി മാലയുണ്ടാക്കുന്ന അമ്മയുടെ നടപടിയിൽ ഭക്തിനിഷ്ഠയേക്കാൾ എന്തോ ചില വേണ്ടാദീനങ്ങളില്ലേ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 10 അടി അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നാൽ ധാരാളം നന്ദ്യാർവട്ടപ്പൂവും തുളസിയിലയും ചെത്തിയും ചെമ്പരത്തിയുമൊക്കെ അയൽവക്കങ്ങളിൽ നിന്ന് പറിച്ചെടുക്കാമെന്നിരിക്കെ എന്തിനാണമ്മ സ്വന്തം വേലിപ്പൊന്തയിൽ നിന്നും മാത്രം കിട്ടുന്ന ഇലകളെയും പൂക്കളെയും കൊണ്ടു മാത്രം മാല കെട്ടുന്നത്? ഇതായിരുന്നു എന്റെ ചിന്ത. വളർന്നപ്പോൾ എനിക്ക് അമ്മയുടെ ഇലമാല എന്തുകൊണ്ടെന്നതിന് ഉത്തരം കിട്ടി. അയൽപക്കത്തുള്ളവർ ദിവസേന അമ്പലത്തിൽ പോകുന്നവരാണ്. അമ്പലത്തിലെ ദേവീദേവന്മാർക്ക് പൂജയ്ക്കെടുക്കാവുന്ന പൂക്കളെ കൊണ്ടുള്ള പൂജയെ പാടുള്ളൂ. അതിനാൽ തന്നെ നന്ദ്യാർവട്ടം, തുളസി, ചെത്തി, ചെമ്പരത്തി തുടങ്ങിയ പൂക്കളൊക്കെ അയൽവക്കത്തെ അമ്മമാർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും പറിച്ചു കൊണ്ടുകൊടുക്കും. അതിൽ നിന്നൊരു പങ്ക് പൂവ് പറിച്ചെടുത്താൽ ചിലപ്പോൾ അമ്പലഭക്തകൾക്ക് ഉള്ളിൽ അലോഹ്യം തോന്നും. ആർക്കും അലോഹ്യം ഉണ്ടാക്കിക്കൊണ്ട് രാമനെ ഭജിക്കരുത് എന്നത് എന്റെ അമ്മയുടെ ഭക്തിനിഷ്ഠയുടെ അടിസ്ഥാന തത്വമായിരുന്നു. അതിനാൽ അവർ ആടുപോലും കടിക്കാൻ തയ്യാറാവാത്തതും ആർക്കും വേണ്ടാത്തതിനാൽ ആർക്കും അലോഹ്യം തോന്നാൻ ഇടയില്ലാത്തതുമായ വേലിപ്പടർപ്പുകളാൽ മാല കെട്ടിച്ചാർത്തി രാമാരാധനം ചെയ്തു വന്നു. ആർക്കും അലോഹ്യം ഉണ്ടാക്കാതെ വേണം രാമഭജനം ചെയ്യാൻ എന്ന നിഷ്ഠയുള്ളതിനാൽ തന്നെ എന്റെ അമ്മ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഉറക്കെ ജപിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. ഏത് ജോലിയെടുക്കുമ്പോഴും അമ്മ എന്തോ പിറുപിറുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വല്ല ചെറുവട്ടും പിടിച്ചോ അമ്മയ്ക്ക് എന്ന ചിന്തയോടെ അമ്മ പിറുപിറുക്കുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അമ്മ പിറുപിറുക്കുന്നത് രാമ 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 എന്നാണെന്ന് മനസ്സിലാക്കാനായത്. 84-ാം വയസ്സിൽ ദേഹവിയോഗം കൊള്ളും വരെ അമ്മ തന്റെ ഉറക്കെയുള്ള നാമഘോഷണം കൊണ്ടുപോലും ആർക്കും അലോഹ്യം വരുത്താതെ രാമനാമം ജപിച്ചുകൊണ്ട് ശ്രീരാമപാദം ചേർന്നു. അല്പം ആത്മകഥാപരമായ ശൈലിയിൽ പെറ്റമ്മയെപ്പറ്റിയും അവരുടെ രാമഭക്തിയെപ്പറ്റിയും പറഞ്ഞുകൊണ്ട് ഈ രാമകഥാ വിചിന്തനം ആരംഭിക്കാൻ തക്കതായ കാരണങ്ങളുണ്ട്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ വലുതാണ് എന്നത് ജീവിത മുദ്രാവാക്യമാക്കിയ ഒരു ദേവമാനവനാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ശ്രീരാമനെക്കുറിച്ച് എഴുതാൻ തുടങ്ങുമ്പോൾ പെറ്റമ്മയെക്കുറിച്ച് ചില സ്മരണാക്ഷരങ്ങൾ കുറിച്ചുകൊണ്ട് തുടങ്ങുന്നത് ന്യായയുക്തമായിരിക്കും എന്ന് തോന്നി. മറ്റൊരു കാരണം രാമഭക്തയായ പെറ്റമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ഈ
Sample complete. Ready to continue?